ഞാനേ പെരുമ്പിലാവിലേക്ക് എത്തുകയാണ്. നമ്മളെ പെരുമ്പോണതാ സൺലൈറ്റുണ്ട് കേട്ടോ സെറ്റ്. ഞങ്ങൾ ഒരാളെ കളക്ട് ചെയ്യാൻ വേണ്ടി വരിക. ഒരാളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാണ്ട്. അത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് നിങ്ങളത് കാണിക്കണം എന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്തു നിന്ന് ഒരാളെ ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ സാധനം ഒന്നൊന്ന് മേടിക്കണം. ആ ആളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആ ആളെ എടുക്കാൻ പോകട്ടെ ഞങ്ങളെ. അവിടെ എവിടെ നിൽക്കുന്നുണ്ട്. പെരുമ്പിലാവ് ഇതാ മാളത്തെ ഞങ്ങൾ നിൽക്കാണ്ട് തൂക്കി പടച്ചിട്ട് വരികയാണേ. ആ നിൽക്കണ വണ്ടിയാണ് കേട്ടോ അല്ലേ നല്ലേട്ടാ. പമ്പിനവിടെ പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ ഒരു വണ്ടി നിൽക്കണതാണ് ഞങ്ങൾക്ക്. ഒരു ട്രാവലർ നിൽക്കണാണോ? ഈ ട്രാവലറിലാണ് ആളുള്ളത്. ആളെ ഈ വണ്ടിയിലോട്ടോ വന്നിറക്കണത്. ഈ വണ്ടിയിലാണ് വന്നിറക്കണത്. വായോ പരിചയപ്പെടുത്തി തരാം. ഏട്ടാ ആള് ഉഷാറല്ലേ? ഹലോ, ഇതാണ് കേട്ടോ ആള്. പരിചയപ്പെടുത്തി തരാം. പമ്പ് പറഞ്ഞാൽ ഞങ്ങൾ ആ പമ്പിൻ്റെ മുന്നിലേക്കണേ. ജീപ്പ് വേണോ? ക്യാഷ് ചെയ്യാൻ പറ്റില്ല. എത്ര പറഞ്ഞ 600 അല്ലേ? ഒരു ചെറിയൊരു പൈസ കേട്ടോ പാട്ടുണ്ട്. ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പം ശരി കേട്ടോ. ഓക്കെ. ഇതാണ് കേട്ടോ സംഭവം. ആളെ നമുക്ക് ഇന്നലെ കണ്ടാലോ? എന്നോടേ ഇതിൻ്റെ ആള് പറഞ്ഞേക്കണത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് മാറി നിന്ന് കാണാം. ബാ, നമ്മളോട് ഇതിൻ്റെ ആള് പറഞ്ഞേക്കണതേ ആളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളേനോട് പരിചയപ്പെടാം കേട്ടോ. സംഭവം കില്ലാടിയാ. അയ്യോ കയ്യമ്മ കടിക്കണല്ലോ. ആള് ഉഷാറാട്ടോ. സംഭവേ ഇത്തിരി കുഞ്ഞനാ. എന്താ മൂപ്പര് ആൾക്കുള്ള മരുന്ന് ഫുഡ് ചുമ വിട്ടു പോയിട്ടില്ല. നിക്ക് നമുക്ക് വീട്ടിൽ പോട്ടെ. അവിടെ കിടക്കടാ. ആളേനെ കൊണ്ടുപോയി നമുക്ക്. അപ്പം ഇനി പോയാലോ? നല്ലേട്ടാ. ആളേനെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചു. സംഭവം തെറ്റാണ്. അപ്പം ഇനി ഇതിൻ്റെ ആളേനൊന്ന് ഏൽപ്പിക്കൂടി വേണം. ഇപ്പം ഞങ്ങൾ പെരുമ്പിലാവിൽ വന്നോട്ടെ. ഈ വണ്ടിയിലേ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളാണ്. ഇവർ കാസർഗോഡ് വരെ ഇങ്ങനെ ഇതേപോലത്തെ കോഴി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ടീംസാണ്. ഒക്കെ കരച്ചിൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നമുക്ക് പോകല്ലേ? എന്താ ബാ. ഇതിനെ പെറ്റ്സ് മാത്രം കൊണ്ടുപോകണം കേട്ടോ. തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെയുള്ള ഇതാ. കരച്ചിൽ തുടങ്ങി മറ്റാൾ. അപ്പോൾ എന്നാൽ പോവാം സ്ഥലട്ടാ. സംഭവേ തിരുവനന്തപുരത്തു നിന്നാണ് ഈ ആൾ നമ്മളെ കയ്യിൽ വന്നിറക്കണത്. നമ്മളെ വീട്ടിലേ വേറൊരാളുണ്ടായിരുന്നു. ആളിപ്പോൾ ഇല്ല. ഇപ്പോൾ ആൾക്ക് പകരമായിട്ട് വരുത്തിയതാ. ആളുടെ വിശേഷവും ആളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ആളെ കളക്ട് ചെയ്തിട്ട് ഇനി വീട്ടിലേക്ക് അത് പോട്ടെ. ഇനി ആൾക്കുള്ള കുറച്ച് ഫുഡ് സാധനങ്ങൾ മരുന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കൂറ്റനാട് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. ഈ ആൾക്കേ കുറച്ച് പെറ്റ്സ് അതിൻ്റെ ഭക്ഷണ സാധനങ്ങൾ മരുന്നൊക്കെ മേടിക്കാണ്ട്. അത് നമ്മളെ കൂറ്റനാട് നമ്മുടെ ശ്രീധരൻ വൈദ്യരുടെ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. കണ്ടോ? ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം കേട്ടോ. അവിടെ നോക്കി നോക്കുമ്പോൾ അവർ അയച്ചു തന്നിട്ടുള്ളേ ഇത് സ്ഥിരം കഴിക്കണ ഒരു ഫുഡുണ്ട്. അത് അവരുടെ അടുത്തില്ല അത്ര. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. ഷോപ്പിൻ്റെ ഇത് എവിടെ ലൊക്കേഷൻ അറിയോ? വട്ടനാട് സ്കൂളിൻ്റെ അവിടെ കേട്ടോ. പെറ്റ്സിൻ്റെ ഒരുവിധം എല്ലാ ഫുഡും സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ കൂറ്റനാട് അവിടെയൊക്കെ തിരഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വരണ വഴിക്ക് ചോദിച്ചറിഞ്ഞിട്ട് വന്നതാണ്. ഈ ഷോപ്പിൽ വരിക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ആൾക്ക് കുറച്ച് അർജൻറ്റായിട്ട് വെള്ളം കൊടുക്കാൻ നോക്കട്ടെ. ആദ്യം പെറ്റ്സിൻ്റെ ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചു. സാധനം ഞാൻ കാണിച്ചു തരാം. ആൾ തിരുവനന്തപുരത്ത് നിന്ന് പോന്നിട്ടേ വെള്ളം എന്തെങ്കിലും കുടിച്ചു ചോദിച്ചാൽ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലല്ല വലിയ നായ ആവണത് വേണ്ട പറഞ്ഞിട്ടേ.
പിടിക്കടാ. അപ്പോൾ ഓടിക്കളിക്കാനുള്ള ഉറപ്പാടാ. ഓ ഉഷാറാ. നമുക്കേ അവിടെ ചെന്നിട്ട് കുടിക്കാം. അവിടെ ഇരിക്കും. വെള്ളം കൊടുക്കാൻ നോക്കിയതാ, പക്ഷേ ആൾ വെള്ളം കുടിക്കണില്ല. അപ്പോൾ എന്തായാലും ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ആളെന്നെ വീട്ടിലെത്തിക്കാം. ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആള് കൂട്ടാക്കണില്ല. ആളാ നേരം കൊണ്ട് ഞങ്ങളവിടെ എത്തിക്കട്ടെ. അപ്പോളേ ഈ സാധനമാണ് മേടിച്ചത് ഞങ്ങൾ. ഇനി ഇതിൻ്റെ ആളെന്നെ ഒന്ന് വീട്ടിലെത്തിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനെ സംഭവം ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുകയാണ്. നമ്മളെ ട്രാഫിക് സിനിമയിലത്തെ പോലത്തെ ഒരു വലിയൊരു മിഷൻ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇതാ എൻ്റെ ആളേനെ ഞങ്ങൾ ഏൽപ്പിച്ചു കേട്ടോ. ഇവരാണ് എൻ്റെ സാധനം മേടിച്ചിറക്കണത്. അപ്പോൾ ഞങ്ങൾ തന്നെ നമ്മുടെ കസിനാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ നിൽക്കുകയാണ്. വീഴോ? അത് കുഴപ്പമില്ല, അതിൻ്റെ ഇതെടുക്കാൻ നമുക്ക്. അപ്പോൾ ഇതേപോലത്തെ ഒരു നായ്ക്കുട്ടി വീട്ടിലുണ്ടായിരുന്നതാണ്. ഇതന്നെ സെയിം കളറ് കാര്യങ്ങളൊക്കെ. പപ്പിന്നാണ് വിളിച്ചിരുന്നത്. 13 കൊല്ലം ഇവിടെ നോക്കി. ഈ 15 കൊല്ലം അത്രയും വളർത്തി അതിനെ പൊന്നുപോലെ നോക്കി. അങ്ങനെ വയസ്സായി കണ്ണ് കാണാണ്ടായിട്ട് വയ്യാണ്ടായിട്ട് ആൾ മരിച്ചു. അപ്പോൾ അതേപോലത്തെ ഒരാളെ തന്നെ വേണം പറഞ്ഞിട്ട് അതേ കളർ പോലത്തെ സാധനത്തിനൊക്കെ കണ്ടുപിടിച്ചു. ആളെത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാലും കുറച്ച് ഡിബേറ്റുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആളെന്നെ ഞങ്ങൾ ഏൽപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വിശേഷം പട്ടാമ്പിക്കാറ്റിൻ്റെ. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.